In English, these two sentences sound similar, but they are not same. For example, did you eat biryani? Have you eaten biryani? ഈ രണ്ട് സെന്റൻസ് നോക്കിയാൽ ഒരുപോലെ തോന്നും, പക്ഷെ രണ്ടാണ്. നിങ്ങൾ ഒരു പാർട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോൾ യു സീ യുവർ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ കാണുന്നു. യു ആസ്ക് ഹിം, നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുവാണ്, ഡിഡ് യു ഈറ്റ് ബിരിയാണി? ബിരിയാണി കഴിച്ചോ? എന്നാൽ അതേ ഫ്രണ്ടിനോട് മറ്റൊരാൾ ചോദിക്കുവാണ്, ഹാവ് യു ഈറ്റൺ ബിരിയാണി? ബിരിയാണി കഴിച്ചോ എന്നുള്ളതാണ്. എന്താണ് ഈ രണ്ട് ചോദ്യവും ഒരേ ആളുടെ അടുത്ത് ഒരേ സമയത്ത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഡിഡ് യു ഈറ്റ് ബിരിയാണി എന്ന് വെച്ചാൽ അവിടെ ബിരിയാണി സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ ഫ്രണ്ടിനെ കാണുന്നത്. അപ്പൊ നീ ബിരിയാണി കഴിച്ചോ? അവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നീ ബിരിയാണി കഴിച്ചോ എന്ന് നമ്മൾ തിരക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കഴിച്ചോ കഴിച്ചില്ലയോ, കഴിക്കേണ്ടതാണല്ലോ ഇവൻ, എന്താ കഴിച്ചില്ലയോ കഴിച്ചോ എന്നുള്ള തിരക്കുവാണ്. വി ജസ്റ്റ് വാണ്ട് ടു നോ വെദർ ഹി ഹാസ് ഈറ്റൺ ദ ബിരിയാണി, റൈറ്റ്? അങ്ങനെ അത് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹാവ് യു ഈറ്റൺ ബിരിയാണി എന്ന് വെച്ചാൽ ഇത് രണ്ട് സിറ്റുവേഷനിൽ ഉപയോഗിക്കാം. ഒന്ന്, ഹാവ് യു ഈറ്റൺ ബിരിയാണി എന്ന് വെച്ചാൽ ആ ഫ്രണ്ടിന്, അവിടെ നിൽക്കുന്ന ഈ ഫ്രണ്ടിനെ, കേട്ടോണ്ട് നിൽക്കുന്ന ഫ്രണ്ടിനെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി ഇവൻ ടയർഡായിട്ട് നിൽക്കുന്നത് പോലെ തോന്നി. നീ ബിരിയാണി കഴിച്ചോ? നിന്നെ കണ്ടിട്ട് തോന്നില്ലല്ലോ. ഹാവ് യു ഈറ്റൺ ബിരിയാണി? നീ ബിരിയാണി കഴിച്ചോ? എന്താ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഹാവ് യു ഈറ്റൺ ബിരിയാണി എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ ഹാവ് യു ഈറ്റൺ ബിരിയാണി എന്നത് മറ്റൊരു അവസരത്തിലും ചോദിക്കാം. നീ എപ്പോഴെങ്കിലും ഇൻ യുവർ ലൈഫ് ടൈം ഹാവ് യു എവർ ട്രൈഡ് ബിരിയാണി ഇൻ യുവർ ലൈഫ്? നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ, ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു അർത്ഥത്തിലും ഹാവ് യു ഈറ്റൺ ബിരിയാണി എന്ന് ചോദിക്കാം. അപ്പോൾ ഹാവ് യു ഈറ്റൺ ബിരിയാണി തന്നെ രണ്ട് സിറ്റുവേഷനിലും ചോദിക്കാം. നമ്മുടെ എക്സ്പീരിയൻസ് കാണിക്കണം. നമ്മുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഹാവ് യു ഈറ്റൺ ബിരിയാണി എവർ ഇൻ യുവർ ലൈഫ് ടൈം, അറ്റ് എനി ടൈം ഇൻ യുവർ ലൈഫ്? അതൊന്ന്. രണ്ട്, നീ ക്ഷീണിച്ച് നിൽക്കണം, നീ കഴിച്ചോ? എന്നെ കണ്ടിട്ട് തോന്നില്ല. ഹാവ് യു ഈറ്റൺ ബിരിയാണി? ബിരിയാണി കഴിച്ചോ എന്നുള്ളത്. ഡിഡ് യു ഈറ്റ് ബിരിയാണി എന്ന് വെച്ചാൽ നീ ബിരിയാണി കഴിച്ചോ? എല്ലാവരും കഴിച്ചു കഴിഞ്ഞല്ലോ, ഇവിടെ കഴിക്കാറായി, കുറച്ച് പേര് കഴിക്കുന്നു, നീ എന്താ കഴിക്കാത്ത? കഴിച്ചോ? അപ്പൊ നമ്മൾ അയാൾ കഴിച്ചിട്ടില്ല എങ്കിൽ കഴിക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ കഴിച്ചെങ്കിൽ കഴിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ഓഡിറ്റോറിയത്തിലോ ഫംഗ്ഷനോ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുക? ഡിഡ് യു ഈറ്റ് ബിരിയാണി എന്നാണോ, അതോ ഹാവ് യു ഈറ്റൺ ബിരിയാണി ആണോ? അല്ലെങ്കിൽ മീൽസ് ആണോ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഫുഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ചോദിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ചോദിക്കുക? കമന്റ് ചെയ്യൂ.